എന്തായാലും സഞ്ജു സാംസണുമായിട്ട് വന്നപ്പോഴേക്കും ഒരു അപ്ഡേറ്റ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. നിങ്ങൾ സഞ്ജു സാംസൺ ഫാനാണെങ്കിൽ ലൈക്ക് 200ലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുക. സോ എന്തായാലും ഞാൻ കുറച്ച് നേരം മുമ്പ് ഒരു ലിസ്റ്റ് കണ്ടു, അതിനെക്കുറിച്ച് പറയാമെന്ന് വിചാരിച്ചു. അതായത് ഏറ്റവും കൂടുതൽ ഫോറുകൾ നേടിയ താരങ്ങളുടെ ഒരു ലിസ്റ്റാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. സോ ആ ഒരു ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്തുള്ള മിച്ചൽ മാഷാണ്. 28 ഫോറുകളാണ് അദ്ദേഹത്തിൻ്റെ പേരുള്ളത്. ഒരു ദിവസം മുമ്പുള്ള ലിസ്റ്റാണ്, അതായത് ഞാൻ വീഡിയോ ചെയ്യുന്നതിന് ഒരു ദിവസം മുമ്പുള്ള ലിസ്റ്റാണ്. സോ ഇപ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരിക്കും. സോ എന്തായാലും ഒന്നാം സ്ഥാനത്ത് ഇരിക്കുന്നത് മിച്ചൽ മാഷാണ്, 28 ഫോറാണ്. രണ്ടാം സ്ഥാനത്ത് നിക്കോളാസ് പൂരൻ 25 ഫോറുകൾ. മൂന്നാം സ്ഥാനത്ത് സായ് സുദർശൻ 24 ഫോറുകൾ. സോ ഇന്ന് നമുക്കറിയാം ഗുജറാത്തിൻ്റെയും ലക്നൗവിൻ്റെയും കളി ഉണ്ടായിരുന്നു. സോ അതിൽ മാറ്റം വന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. കാരണം സായ് സുദർശനും നിക്കോളാസ് പൂരനും നല്ല രീതിയിൽ കളിച്ചു. സോ എനിക്ക് തോന്നുന്നു ഒരു മിച്ചൽ മാഷിൻ്റെ മുന്നിലേക്ക് കയറിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. സോ എന്തായാലും 4ാം സ്ഥാനത്ത് ഈ ലിസ്റ്റിലേക്ക് ട്രാവിസ് ഹെഡാണ്, ഏതാണ്ട് 21 ഫോറ്. 5ാം സ്ഥാനത്ത് സഞ്ജു സാംസണാണ്, 20 ഫോറ്. സോ എന്തായാലും സഞ്ജു സാംസൺ 20ാം സ്ഥാനത്താണ് നിൽക്കുമെന്നാണ് തോന്നുന്നത്. സോ എന്തായാലും ഇപ്പോൾ ഈ ടോപ്പ് 5 ലിസ്റ്റിൽ സഞ്ജു സാംസണും ഇടം ലഭിച്ചിരിക്കുകയാണ്. എന്തായാലും സൂര്യകുമാർ യാദവ് 5ാം സ്ഥാനത്താണ് സഞ്ജു സാംസൻ്റെ കൂടെ. സോ എന്തായാലും സഞ്ജു സാംസൺ ഇതുവരെ നേടിയത് 178 റണ്ണുകൾ കൂടിയാണ്. സോ എന്തായാലും ആ ഒരു ലിസ്റ്റിൽ അദ്ദേഹം കുറച്ച് പുറകിലാണ്, ബട്ട് 4 അടിച്ച ലിസ്റ്റിൽ അദ്ദേഹം ഇപ്പോൾ മുന്നിലാണ്. സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയാം. അടുത്ത വീഡിയോ കാണുന്നവർ ഗുഡ് ബൈ. എനിക്ക് തോന്നുന്നു സഞ്ജു സാംസൺ ഇപ്പോൾ 6 അടിക്കുന്നതിനെ കൂട്ടി കൂടുതൽ ഫോറുകളാണെന്ന് തോന്നുന്നു അടിക്കുന്നത്. കുറച്ച് പതിയും കളിക്കുന്ന പോലെ തോന്നി, ഒരു ക്ലാസ് ആയിട്ട് കളിക്കുന്ന പോലെ തോന്നി. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ